ഇത് കണ്ടോ, ഒരു കാപ്പി എടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കാപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ക്യാൻസറിനെയും ഷുഗറിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്റി ഓക്സിഡന്റ്, അതായത് ക്യാൻസറിന് സുന്ദരം ചേട്ടാ, ഇതെന്തോ സംഭവം? ഇത് നമ്മള് ചക്കക്കുരുവാണ്, നമ്മളെ പഴായി പോകുന്ന ചക്കക്കുരു. ഇത് കൊണ്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നു. കാപ്പിപ്പൊടിയോ? കാപ്പിപ്പൊടി, ചക്കക്കുരു കൊണ്ട് കാപ്പിപ്പൊടിയോ? പിന്നെ തീർച്ചയായിട്ടും ഒന്നാന്തരം കാപ്പിപ്പൊടി. ചക്കക്കുരു ഇതിനെ ചെറുതായിട്ട് മുറിച്ച് വറുത്ത് പൊടിച്ച് എടുക്കുന്നതാണ് നല്ല ഒന്നാന്തരം കാപ്പിപ്പൊടി. പഞ്ചസാര പോലും ചേർക്കാതെ കാപ്പി കുടിക്കാം. ഷുഗറുകാർക്കെല്ലാം കുടിക്കാൻ പറ്റിയ സാധനം. പഞ്ചസാര വേണ്ട, പഞ്ചസാര ചേർക്കാതെ കുടിക്കുക, എന്നാലേ അതിന്റെ ടേസ്റ്റ് രുചി അറിയത്തുള്ളൂ. കറക്റ്റ് കാപ്പി എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ ചോദിക്കും, ഇതിനകത്ത് കാപ്പിപ്പൊടി ചേർത്തിയാന്നോ കാപ്പി അല്ലയോ എന്ന് ചോദിക്കും. അത്ര അതിനെക്കാട്ടി ബെസ്റ്റ് ടേസ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ നമുക്ക് പ്രോസസ്സിംഗ് ഒന്ന് കാണാം. അത് കാണിച്ചത് നമ്മൾ ഈ ചക്കക്കുരു വെറുതെ കളയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. നമ്മൾ ക്യാൻസർ പേഷ്യന്റിന്, ഷുഗർ പേഷ്യന്റിന്, അവർക്കെല്ലാം അത്യുത്തമമായ ഒരു മരുന്ന് പോലെയാണ് ഇതിന്റെ കാപ്പിപ്പൊടി. കാരണം പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിന് മധുരം ചേർക്കണ്ട, മധുരം ചേർക്കാതെ തന്നെ നമുക്ക് ഈ കാപ്പി കുടിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിന് ചേരുവകളില്ല. നമ്മൾ അതിനകത്ത് കുറച്ച് ചുക്ക് ചേർക്കും. ഇത് ചുക്കെന്ന് പറയുന്നത് വെറും മോശപ്പെട്ട ചുക്കല്ല, പിന്നെ നമ്മുടെ ഒന്നാന്തരം നമ്മൾ തന്നെ നമ്മുടെ പറമ്പിലെ ഇഞ്ചി എടുത്ത് ഡ്രയറിനകത്ത് ഉണക്കി അതിൽ ഉണക്കി എടുത്ത ചുക്കാണ്. കുറച്ച് ഏലക്ക, ഇത്രയാണ് ഇതിനകത്ത് ചേരാനുള്ള സാധനം. ഇത് മാത്രമേ ഉള്ളൂ. തനി കാപ്പിപ്പൊടിയാണ്, അതിനകത്ത് വേറെ ഒരു ചേരുവകളും ഇല്ല. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാ മൊത്തത്തിൽ ചേരുന്ന ചുക്ക് ചേരും, കുറച്ച് ഏലക്ക ചേരും, വേറെ ഒരു സാധനം ഇത് ചേർക്കുന്നില്ല. ഒരു സാധനം ഇത് ചേരേണ്ട കാര്യമില്ല. ചുക്ക് നമ്മൾ മേടിക്കുന്ന ചുക്ക് ഇതുപോലെ ആവണമെന്നില്ല. നമ്മൾ ഇടുന്ന അത്രയും നമ്മള് കൊണ്ടുവന്നിടുന്ന ചുക്കല്ല നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. എണ്ണ ഉണക്കി പൊടിച്ചതാണ് നമുക്ക് കടകളിൽ ചുക്കായിട്ട് കിട്ടുന്നത്. ഇതല്ല, നമ്മുടെ പറമ്പിലെ ഇഞ്ചി കിളച്ച് ഉണക്കിയെന്ന് പറഞ്ഞാൽ ഡ്രയറിനകത്ത് ഉണക്കി എടുത്ത ചുക്കാണ് നമ്മളിപ്പോ ഇട്ടേക്കുന്നത്. ഈ ചുക്കിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിട്ടാ ഇത് നമ്മൾ എങ്ങനെ ഇഞ്ചി കളച്ചെടുത്തെന്ന് വെച്ചാൽ അതേപോലെ കിട്ടും. ഇതിപ്പോ ചുക്ക ഒറിജിനാലിറ്റി കിട്ടും. ആ ഇഞ്ചിയുടെ പച്ച ഇഞ്ചി അതുപോലെ തന്നെ കിട്ടും. ഡ്രയറിനകത്ത് ഉണക്കി എടുത്തതിന്റെ പ്രത്യേകത. ഇത് നന്നായിട്ട് മൂക്കണം. ഈ മൂപ്പ് പോരാ, നന്നായിട്ട് നല്ല നിറവ്യത്യാസം ഉണ്ടോ? നല്ല നിറം വരണം, നല്ല കരിയുന്ന പോലുള്ള നിറം വരണം. എന്നാലേ അതിന്റെ ആ ഒരു കറക്റ്റുള്ള ഇത് കിട്ടത്തുള്ളൂ. കുറച്ച് സമയം എടുക്കും. ഇച്ചിരി ക്ഷമ വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യാനും എടുക്കാനൊക്കെ ഒരു ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെ ക്ഷമിക്കുന്നതിന്റെ ഒരു കാരണം പ്രത്യേകം ഉണ്ട്. നമ്മളിത് ഒരു സാധനം പാഴായി, ഇപ്പൊ ചക്കയുടെ ഒരു മുള്ളു പോലും പാഴായി പോകരുത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടാണ് ഇതെല്ലാം ഓരോന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ പറമ്പിലെല്ലാം നോക്കിയാൽ അറിയാം, ചക്ക വീണ് പൊഴിഞ്ഞ് ആ കുരു മൊത്തം നശിച്ചു പോകുന്നതാണ്. പണ്ട് ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, ചക്കക്കുരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കയറും എന്നൊക്കെ ധാരണയിൽ ഇത് കഴിക്കാതിരുന്ന സാധനമാണ്. നമ്മൾ അറിയുന്നില്ല അതിന്റെ ഗുണം എന്താണെന്നോ. അത് നമ്മൾ അറിയാതാണ് നേരത്തെ ഇതെല്ലാം മോശമാക്കളെ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മുടെ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഇതുപോലെ പുഴുങ്ങിയാണെങ്കിൽ ഇത് ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത ഈ ചക്കക്കുരുവിനാണ് തിരുവനന്തപുരത്ത് ലുലുമാളി പോയാൽ കാണാം. 1 കിലോ ചക്കക്കുരുവിന് 2000 രൂപ, 1999 രൂപ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെയിം സാധനമാണ്, ഇതേപോലുള്ളതാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ മുറ്റത്ത് കിടക്കുമ്പോൾ നമുക്ക് ഒരു വിലയില്ല, എടുത്ത് കളയുന്നു. ചക്കക്കുരു മാത്രം പ്രയോജനമില്ല, നല്ല ഏലക്ക. അത് മാത്രമല്ല, അണ്ണൻ തന്നെ പറഞ്ഞ മനസ്സിലായിരുന്നു, ഈ ചുക്ക് സാധാരണ ഞാൻ കടക്കാരെ കുറ്റം പറയോ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ചുക്കിനകത്ത് കണ്ടമാനം മായം വരുന്നുണ്ട്. അതായത് ചണ്ണ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ കടയിൽ എസൻസും കൂടെ ചേർത്ത് ചുക്കായിട്ട് വരുന്നത്. പക്ഷെ ഇതല്ല, ഒറിജിനൽ ചുക്കിട്ടുണ്ടാക്കുന്ന കാപ്പിപ്പൊടിയാണ്. അന്നേരം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചക്കയുടെ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഇവിടെ ജാക്കി ഫൈയിൽ വന്നാൽ മതി. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഇത് ഒരു ക്യാൻസറിനും ഷുഗറിനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതല്ല, കൊട്ടാരക്കര നെടുവത്തൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജാക്കി ഫൈവ് എന്ന് പറയുന്ന കടയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും കിട്ടും. നിങ്ങൾ കാണാതെ പല ഐറ്റം. അതായത് ചക്കയിൽ നിന്ന് എത്ര ഐറ്റം ഉണ്ടാക്കാം? ഞാൻ ഇപ്പൊ നിലവിൽ 50 ഐറ്റം ഉണ്ടാക്കാം. 1000-ൽ പരം ഐറ്റങ്ങൾ ഉണ്ടാക്കാം. ചക്കയുടെ മുള്ളു തൊട്ട് അതിന്റെ കറ തൊട്ട്, കറ അതിന്റെ മുള്ള് ഒരു പൊട്ടും പൊടിയും പോലും
സമൂലം എല്ലാം സമൂലം ഉപയോഗിക്കാം. അതായത് ചക്കയിൽ നിന്ന് 1000-ൽ പരം ഐറ്റങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഒരു 50-ൽ പരം 50 ഐറ്റങ്ങൾ item ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാം. അത് ഇനിയിപ്പോ ഇതിനകത്തുള്ള പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. ഇത് നല്ല നിറമാക്കുക, അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഭസ്മം പോലെ പൊടിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അന്നേരം നമുക്ക് വേണ്ടുന്നവർ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പൊ നമ്മള് കാപ്പി ഇടാൻ പോവാണ്. നമ്മളൊരു 2 ഗ്ലാസ് കാപ്പിക്ക് ഇടുക. നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു പൊടിച്ച കാപ്പിപ്പൊടി, ചക്കക്കുരു കൊണ്ട് പൊടിച്ചത് അത് നമ്മൾ അതിനകത്തിട്ടിട്ടുണ്ട്. ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാ സൂപ്പറായിട്ടിരിക്കും. ഇത് കഴിച്ച് നോക്കി അതിന്റെ രുചി പറയുക. ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല. മധുരം ഓവറായിട്ട് വേണമെന്നുള്ളവർക്ക് മധുരം ചേർക്കാം, പാല് ചേർക്കാം. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് മധുരം ചേർക്കാതെ കഴിക്കുക. കഴിവതും മധുരം ചേർക്കാതെ കഴിക്കുക. പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ മനുഷ്യർ കുറെ അസുഖങ്ങൾ അതിൽ മാറും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. വേണ്ട ഇത് വേണ്ട. ഒരു കാപ്പി എടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കാപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ക്യാൻസറിനെയും ഷുഗറിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്റി ഓക്സിഡന്റ്, അതായത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു സാധനമാണ് ഇത്. ഇതെന്തുവാണെന്ന് പറഞ്ഞാൽ ചക്കക്കുരുവും കൊണ്ടുണ്ടാക്കിയ കാപ്പിപ്പൊടിയാണ്. നമ്മൾ ചക്കക്കുരു പണ്ട് കഴിക്കാൻ മടിയാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാകുന്ന നമ്മളെന്ത് ചെയ്യും, ചക്കക്കുരു കളയാറുണ്ട്. പക്ഷെ ഈ ചക്കക്കുരു നമ്മുടെ വരിക്കച്ചക്കയായാലും കൂഴച്ചക്കയായാലും ഏത് ചക്കയായാലും ചക്ക വലിച്ചെറിഞ്ഞ് കളയരുത്. ചക്കയുടെ A-Z സമൂല സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു കട നമ്മുടെ കൊട്ടാരക്കര നെടുവത്തൂര് ജാക്കി 5 എന്ന് പറയുന്ന ചക്കക്കട. അവിടെ 365 ദിവസവും ചക്കയും ചക്കപ്പഴവും കിട്ടുന്ന, അതായത് ചക്കയുടെ വിഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു കടയാണ്. ഞാൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം. പക്ഷെ ഇത് നമ്മൾ കുടിക്കേണ്ടതാണ്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ. പഞ്ചസാര ഉപയോഗിക്കരുത് എന്ന് പറയുന്ന കാലത്ത് പഞ്ചസാര ഉപയോഗിക്കാതെ നല്ല സുന്ദരമായ കട്ടൻ ചായ കുടിക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായി കുടിക്കാവുന്നതാണ്. അന്നേരം ഇതിന്റെ കട്ടൻ കാപ്പി ഈ കാപ്പിപ്പൊടി, ഈ കട്ടൻ കാപ്പി പൊടി കിട്ടണമെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് അടിപൊളി കട്ടൻ കാപ്പി കുടിക്കാം. ശരീരത്തിന് കേടില്ലാത്ത, ശരീരത്തിന് ഗുണകരമായ കട്ടൻ കാപ്പി കുടിക്കാം. ഓക്കെ.